ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ യാത്ര കടമറ്റത്ത് കത്തനാരുടെ പള്ളി കാണാനാണ്. പള്ളിയുടെ മുൻവശത്താണ് നമ്മൾ ആദ്യം പോയത്. പക്ഷേ ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം പള്ളിയുടെ മുറ്റത്തെത്താൻ. അതുകൊണ്ട് പിൻഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആ വഴി പോവുകയായിരുന്നു. വിശാലമായ തിരുമുറ്റം. അവിടെ നിന്ന് നോക്കുമ്പോൾ കടമറ്റം എന്ന ഗ്രാമം കാണാം. ഇപ്പോൾ പള്ളിയിൽ എല്ലാവരും പോകുന്നത് കാണാം. ആളുകളൊക്കെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു ഈ പള്ളി കാണുക എന്നത്. കോലഞ്ചേരി വന്നപ്പോൾ ഈ ആഗ്രഹം നിറവേറി. കുട്ടിക്കാലം കത്തനാരുടെ നിറം പിടിപ്പിച്ച ഒരുപാട് കഥകൾ കേൾക്കുകയുണ്ടായി. മാത്രമല്ല വീടിനടുത്ത് തന്നെ ഒരു നാടകവും കളിക്കുകയുണ്ടായി. പക്ഷേ നാടകം കാണാൻ കൊച്ചു കുട്ടികളെ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ പള്ളിയിലേക്ക് വരാനുള്ള മഹാസൗഭാഗ്യം ഉണ്ടായി. കത്തനാരുടെ മാന്ത്രിക വിദ്യകളെപ്പറ്റി ഒരുപാട് ഐതിഹ്യ കഥകളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം ഞാൻ ഈ ഐതിഹ്യ കഥയും കൂടി പറയുകയാണ്. ചെറുപ്പത്തിൽ കത്തനാരുടെ പേര് പൗലോസ് എന്നായിരുന്നു. വളരെ ദാരിദ്ര്യവും അനാഥമാക്കപ്പെട്ട ബാല്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അടുത്ത പള്ളിയിലെ കത്തനാർക്ക് അനുകമ്പയും വാത്സല്യവും തോന്നി അവനെ എടുത്ത് വളർത്തുകയും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കുകയും ചെയ്തു. ഒരിക്കൽ മേയാൻ കാട്ടിലേക്ക് പോയ പശുക്കളെ അന്വേഷിച്ചു പോയ കത്തനാർ പിന്നെ തിരിച്ചു വന്നില്ല. അവിടെ മാന്ത്രികരായ മലയരന്മാരുടെ ഗുഹയിൽ പെട്ടുപോയി. അവിടെ നിന്നാണ് അദ്ദേഹം മാന്ത്രിക വിദ്യയൊക്കെ സ്വായത്തമാക്കുന്നത്. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് പള്ളിയിൽ എത്തി. പക്ഷേ അവിടെയുള്ള അമാനുഷികരായ മാന്ത്രിക മനുഷ്യന്മാർ വന്ന് ഈ പള്ളിക്ക് ചുറ്റും കാവൽ നിന്നു. ഇപ്പോഴും ഈ പള്ളിയുടെ വാതിലിൽ അവർ അടിച്ചതിൻ്റെ പല അടയാളങ്ങളും അവശേഷിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് മാന്ത്രിക വിദ്യ കൈവശം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം മനുഷ്യരോട് സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിച്ചു. അദ്ദേഹത്തെ പറ്റി പലവിധ കഥകൾ ഉണ്ടെങ്കിലും നീലി എന്ന യക്ഷിയെ തളച്ച കഥയാണ് പ്രധാനപ്പെട്ടത്. കള്ളിയാങ്കാട്ട് എന്ന വനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉഗ്ര രൂപിണിയായിരുന്നു കള്ളിയാങ്കാട്ട് നീലി. പകൽ സമയം സുന്ദരിയായി നിൽക്കും. അതുവഴി പോകുന്ന ആളുകളെ വശീകരിച്ച് അവിടെ വെച്ച് തന്നെ രക്തം കുടിക്കുകയായിരുന്നു പ്രധാന വിനോദം. പലരും വിചാരിച്ചെങ്കിലും ഈ യക്ഷിയെ തളക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മഹാമാന്ത്രികനായ കത്തനായിരുന്നു അവളെ തളച്ചത്. പിന്നീട് അദ്ദേഹം ഈ യക്ഷിയെ പനയന്നാർക്കാവ് എന്ന കാവിൽ കുടിയിരുത്തി. ആളുകൾ പരുമല യക്ഷി എന്നും പറയപ്പെടുന്നു. മഹാമാന്ത്രികനായ കുഞ്ചമൺ മഠത്തിൽ പോറ്റിയും കത്തനാരുടെ സുഹൃത്തായിരുന്നു. വളരെ രസകരങ്ങളായ കഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പോറ്റി ചാത്തൻ സേവകനായിരുന്നു. ഒരിക്കൽ കത്തനാർ പോറ്റിയെ കാണാൻ ഒരു തോണിയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് തുഴയാൻ ആരുമില്ലായിരുന്നു. പോറ്റി ചോദിച്ചു, തുഴയക്കാരില്ലാതെ എങ്ങനെയാണ് വെറും തോണിയിൽ വന്നത്? അപ്പോൾ കത്തനാർ ഒന്നും പറഞ്ഞില്ല. ആളുകളില്ലെങ്കിലും തോണിയിൽ തിരിച്ചു പോകുമ്പോൾ തോണി കാണാനില്ല. ഈ പോറ്റി ആ തോണിയെ ചാത്തന്മാരെ ഉപയോഗിച്ച് മരത്തിന് മുകളിൽ ഇടുകയായിരുന്നു. പക്ഷെ
കത്തനാരുടെ മാന്ത്രിക വിദ്യക്ക് മുമ്പിൽ പോറ്റി തോറ്റു താഴെ ഇറക്കി കൊടുത്തു. കടമറ്റത്ത് കത്തനാർ ജീവിച്ചിരുന്നതിന് രേഖകളൊന്നും ഇല്ല. അവസാന കാലം കടമറ്റം പോയോടം പള്ളിയുടെ അടുത്തായി ഒരു ഗുഹയുണ്ടാക്കുകയും അതിലൂടെ അപ്രത്യക്ഷമായി എന്നാണ് കഥ പറയുന്നത്. ആ ഗുഹയിൽ ഇപ്പോഴും ആളുകൾ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെയും ഗുഹയ്ക്ക് ചുറ്റിലും നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. കത്തനാർ എന്ന മനുഷ്യസ്നേഹി ആരിൽ നിന്നും പാരിതോഷികമോ അതുപോലെ ഹോമങ്ങളോ പൂജകളോ നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കത്തനാർ എന്ന മനുഷ്യസ്നേഹിയെ ലോകം എല്ലാ കാലവും ഓർക്കപ്പെടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം. അതുവരെ ഗുഡ് ബൈ.